കള്ളപ്രചരണങ്ങളും കുപ്രചരണങ്ങളും കപട വാഗ്ദാനങ്ങളും മോഹന വാഗ്ദാനങ്ങളും ഒരു തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കും, എങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിനകത്ത് വിധിയെഴുതുമെന്ന് ചോദിച്ചാൽ ഉത്തരമായി നമുക്ക് ചൂണ്ടിക്കാൻ കഴിയും ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ബീഹാറിൽ ജംഗിൾ രാജ് ആയിരിക്കുമെന്ന് പറഞ്ഞത് മറ്റാരുമല്ല, രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. ഇല്ലാ കഥകൾ പറഞ്ഞ് വല്ല കഥകൾ പാടുന്ന ബി.ജെ.പിയുടെ സംഘപരിവാറിന്റെ കപട രാഷ്ട്രീയത്തിന് മുന്നിൽ തോറ്റുപോയത് ബീഹാറിലെ ജനതയാണ്. ബീഹാറിൽ തങ്ങൾ അധികാരത്തിൽ വന്നാൽ തേനും പാലും ഒഴുക്കുമെന്ന് പറഞ്ഞ ബി.ജെ.പിയുടെ കപട വാഗ്ദാനം, മോഹനസുന്ദര വാഗ്ദാനത്തിൽ വീണുപോയ ബീഹാറികളെ ഓർത്ത് ആളുകൾ ഇപ്പോൾ ലജ്ജിക്കുകയാണ്. കാരണം എന്താണെന്നല്ലേ? ഒരു ഭാഗത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, മറുഭാഗത്ത് കേന്ദ്ര സർക്കാർ എല്ലാ സുഖ സൗകര്യങ്ങളും ആസ്വദിച്ച്, എല്ലാ സുഖ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തി ഒരു ജനവിധിയെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന പാഠമാണ് ബീഹാർ നൽകുന്നത്. 65 ലക്ഷം വോട്ടർമാർക്ക് തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ കഴിയാതെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായ സംസ്ഥാനത്തിന്റെ പേരാണ് ബീഹാർ. ബീഹാറിൽ 65 ലക്ഷം ആളുകൾക്ക് വോട്ട് ചെയ്യാൻ സാധിക്കില്ല. ഈ 65 ലക്ഷത്തിൽ ഭൂരിഭാഗവും കോൺഗ്രസിനും ആർ ജെ ഡിക്കും അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുന്ന ആളുകളാണ്. ദളിതരെ, പിന്നോക്കക്കാരെ, ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റി നിർത്തുന്നു SIR-ന്റെ പേര് പറഞ്ഞ്. ബീഹാറിന്റെ മണ്ണിലേക്ക് കടന്നു വന്ന ദേശീയ നേതാക്കന്മാർ ബി.ജെ.പിയുടെ പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയാണ് പ്രസംഗിച്ചത്. ബീഹാറിന്റെ മണ്ണിൽ സീതാദേവിയുടെ അമ്പലം പണിയുമെന്നായിരുന്നു ഒന്നാമത്തെ വാഗ്ദാനം. ബീഹാറിലെ പട്ടിണി മാറ്റുമെന്നോ, ബീഹാറിലെ ജനങ്ങൾക്ക് ശൗചാലയം പണിതു നൽകുമെന്നോ, ബീഹാറിലെ ജനങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നൽകുമെന്നോ, ബീഹാറിലെ യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നോ ആയിരുന്നില്ല ബി.ജെ.പി ആദ്യമായി പറഞ്ഞ വാഗ്ദാനം. ബീഹാറിൽ സീതാദേവിക്ക് വേണ്ടി അമ്പലം പണിയും, 800 കോടി രൂപ ഉപയോഗപ്പെടുത്തിയെന്നാണ്. ബീഹാറിലെ സ്ഥലങ്ങളുടെ പേര് മാറ്റുമെന്നായിരുന്നു ബി.ജെ.പിയുടെ മോഹന സുന്ദരമായ വാഗ്ദാനം. ബീഹാറിലെ ചെറുപ്പക്കാർക്ക് ഒരു നേരത്തെ അന്നത്തിന് വക കണ്ടെത്താനുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്നായിരുന്നില്ല. വർഗീയത അതിന് എല്ലാ തലങ്ങളിലും മാളിക്കത്തിച്ചു ബി.ജെ.പി. കൂട്ടിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 1 കോടിയിലധികം സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം വരെ 10,000 രൂപ അക്കൗണ്ടിൽ നിക്ഷേപിച്ച നിതീഷ് കുമാർ സർക്കാർ. ഇത്തരത്തിൽ അധികാരങ്ങളുടെ എല്ലാ സുഖ സൗകര്യങ്ങളും ആസ്വദിച്ചുകൊണ്ടാണ് ബീഹാറിൽ ഭരണം പിടിച്ചത്. ബീഹാറിൽ എക്സിറ്റ് പോളുകളെല്ലാം നേരിയ മുൻതൂക്കം NDAക്ക് പ്രവചിച്ചെങ്കിലും ഇത്രത്തോളം വലിയ ഒരു വിജയം ഉണ്ടാകുമെന്ന് ഒരു എക്സിറ്റ് പോളും പ്രവചിച്ചിട്ടില്ല. കാരണം അത്രത്തോളം വലിയ ജനങ്ങൾക്കിടയിൽ നിന്ന് ജനങ്ങളുടെ വോട്ടുകൾ വെട്ടിമാറ്റി ആണ് ഇത്തവണ ബീഹാറിൽ NDA അധികാരം പിടിച്ചത്. കപട വാഗ്ദാനം നൽകി വർഗീയത ആളിക്കത്തിച്ച ഇത്തരത്തിൽ അധികാരം പിടിക്കുമ്പോൾ രാജ്യത്തെ ജനങ്ങളുടെ മൗലികാവകാശമായ വോട്ടവകാശം, രാജ്യത്തിന്റെ മഹത്തായ ജനാധിപത്യത്തെ വ്യഭിചരിക്കുകയാണ് ബി.ജെ.പി ചെയ്യുന്നത്. കേന്ദ്ര സർക്കാരിന്റെ അധികാരത്തിന്റെ അഹങ്കാരം ഉപയോഗിച്ച് സംഘപരിവാർ നടത്തുന്ന നെറികെട്ട രാഷ്ട്രീയ നീക്കം, ഇതിനെതിരെ ജനാധിപത്യത്തിന്റെ ധ്വംസനം നടക്കുമ്പോൾ ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന, ഇന്ത്യയിലെ മഹത്തായ ജനാധിപത്യത്തെ ഓർത്ത് അഭിമാനകരമായി നെഞ്ചുവിരിച്ചു നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ പ്രതികരിക്കണം. രാജ്യത്തെ ജനങ്ങളുടെ വോട്ടവകാശം നിഷേധിക്കുമ്പോൾ, രാജ്യത്തെ ജനങ്ങളെ മതത്തിന്റെ പേര് പറഞ്ഞ ഭിന്നിപ്പിക്കുമ്പോൾ, ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും പേര് പറഞ്ഞ ജനങ്ങളെ ഭിന്നിപ്പിച്ച നീ ക്രിസ്ത്യനാണ്, നീ ഹിന്ദുവാണ്, നീ മുസൽമാനാണ്, നീ സിഖുകാരനാണ്, നീ പാഴ്സിയാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ കേന്ദ്രം ഭരിക്കുന്നവർ തന്നെ ശ്രമിക്കുമ്പോൾ അതിനെതിരെ പ്രതിരോധം തീർക്കാൻ കഴിയുന്ന രാജ്യത്തെ ഏക പ്രസ്ഥാനം കോൺഗ്രസ് മാത്രമാണ്. രാഹുൽ ഗാന്ധി വോട്ടധികാർ യാത്രയുമായി ബീഹാറിന്റെ ഗ്രാമങ്ങളിലൂടെ, നഗരങ്ങളിലൂടെ നടന്നു നീങ്ങിയത് വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുടങ്ങാനായിരുന്നു. വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുടങ്ങിയ രാഹുൽ ഗാന്ധി, താങ്കൾ പരാജയപ്പെട്ടിട്ടില്ല, താങ്കൾ ഉയർത്തിപ്പിടിച്ച ആശയം ഇന്ത്യ രാജ്യത്തിന് ഇന്നും ഏറെ പ്രസക്തിയുണ്ട്, അത്രത്തോളം പ്രസക്തിയുള്ള ഒരാശയം ഇന്ന് ഇന്ത്യയിൽ മറ്റേതുമില്ല എന്ന് പറയാൻ സാധിക്കും. പക്ഷേ ജാതിയുടെ, മതത്തിന്റെ, വർണ്ണത്തിന്റെ, വർഗത്തിന്റെ പേര് പറഞ്ഞ് വോട്ട് പിടിച്ച, ജനാധിപത്യത്തെ, മതേതരത്വത്തെ വ്യഭിചരിച്ച ബീഹാറിലെ സംഘപരിവാറിനെതിരായ പോരാട്ടം നിലയ്ക്കുന്നില്ല. ആ പോരാട്ടം തുടരും. 1000 തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടാലും സംഘപരിവാറിനെതിരെയുള്ള പോരാട്ടം തുടരുമെന്നാണ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ പോരാട്ടവുമായി കോൺഗ്രസും രാഹുലും തെരുവിൽ തന്നെ ഉണ്ടാകും.